ഹായ് ഫ്രണ്ട്സ്, ഹൈടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു വാൾ ഹാങ് ക്ലോസറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ക്ലോസറ്റിൻ്റെ ബ്രാൻഡ് ജാഗ്വാർ എന്ന ബ്രാൻഡാണ്. അപ്പോൾ അതിൽ ആ പാക്കിങ്ങിൽ വന്നിട്ടുള്ളത് സീറ്റ് കവർ, അതുപോലെ തന്നെ അതിൻ്റെ ബുഷ്, അത് സെറ്റ് ചെയ്യാനുള്ള എല്ലെങ്കി എന്നിവയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ റാഡിലെ ഇൻസുലേഷൻ, നമ്മുടെ ത്രെഡ് കംപ്ലൈൻ്റ് ആവാതിരിക്കാനുള്ള ഇൻസുലേഷനാണ് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ വാഷറിലേക്കും അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ വാഷറിലേക്കും ഗ്രീസ് നന്നായി അപ്ലൈ ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസറ്റിൻ്റെയും അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്കിൻ്റെയും പൈപ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് അളവെടുക്കാനും അതുപോലെ തന്നെ സ്മൂത്തായി കയറിയിരിക്കാനും വേണ്ടിയാണ്. ഫ്ലഷ് ടാങ്കിൻ്റെയാണ് നമ്മൾ ആദ്യം അളവെടുത്തത്. ശേഷം നമ്മൾ ആ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് നമുക്ക് ആ അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു മാസ്കിൻ ടാപ്പ് സെറ്റ് ചെയ്തതിനു ശേഷം അതിലേക്കാണ് നമ്മൾ ആ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്ലോസറ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ അതിൽ ഫ്ലഷ് ടാങ്കിലൂടെ വന്നിട്ടുള്ള വാഷർ നമുക്കിതിലേക്ക് സെറ്റ് ചെയ്തിട്ട് ക്ലോസറ്റിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൽ എത്രയാണോ കയറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നതിന് ശേഷം രണ്ടളവും എത്ര സെൻറ്റിമീറ്ററാണ് നോക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്ത് നമ്മുടെ ക്ലോസറ്റിലേക്ക് കയറുന്ന അളവും അതുപോലെ തന്നെ നമ്മുടെ കൺസീൽ ടാങ്കിലേക്ക് കയറുന്ന അളവും എടുത്തതിന് ശേഷം ആ അളവ് നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്കിൻ്റെയും കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ ക്ലോസറ്റിൽ നമ്മുടെ ബുഷ് കറക്റ്റായി കയറുന്നതിന് വേണ്ടി കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്രീസ് അപ്ലൈ ചെയ്താൽ നമുക്ക് ബുഷ് സ്മൂത്തായിട്ട് കയറുന്നതാണ്. ഫ്ലഷ് ടാങ്കിൻ്റെ പൈപ്പും അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ പൈപ്പും മെഷർമെൻ്റ് എടുത്തതിന് ശേഷം നമുക്കത് ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് നമുക്ക് വേണ്ട അളവ് എടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം നമ്മുടെ ക്ലോസറ്റിലേക്ക് നന്നായി അത് സെറ്റ് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്ത ഭാഗത്തെ പിസറുകൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഭാഗം ഒന്ന് ഗ്രൈൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അത് ഷാർപ്നെസ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഫ്ലഷ് ടാങ്കിൻ്റെ നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജഗ്വാറിൻ്റെ തന്നെ ഫിറ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. എല്ലെങ്കി ടൈപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലെങ്കി ടൈപ്പ് ഇതിനകത്ത് നമ്മുടെ ത്രെഡിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ ത്രെഡിൻ്റെ അതേ ത്രെഡാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലെങ്കി ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ത്രെഡിലേക്ക് ആ ഗ്രിപ്പായിട്ട് അത് ടൈറ്റായി നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ എല്ലെങ്കി വരുന്ന ഭാഗം മുകളിലേക്കായി നമ്മൾ അതിലൊരു എല്ലെങ്കി സെറ്റ് ചെയ്തിടുക. ഈ എല്ലെങ്കി നമ്മുടെ ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അതിന് ശേഷം അതിൻ്റെ പുറത്തുനിന്ന് ഫിഷർ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമ്മുടെ കൺസീൽ ടാങ്കിൻ്റെ രണ്ട് വാഷറിലേക്കും ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കട്ട് ചെയ്ത ഈ രണ്ട് പൈപ്പ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ക്ലോസറ്റിൽ രണ്ട് അല്ലെങ്കിൽ സെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോസറ്റ് ഫിക്സ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ കയറി. ഇനി നമുക്ക് ആ രണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസറ്റ് ഫിറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെവൽ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ സീറ്റ് കവർ സെറ്റ് ചെയ്യാവുന്നതാണ്. സീറ്റ് കവറിൻ്റെ ബുഷും കാര്യങ്ങളും നെറ്റ് എല്ലാം അതിനകത്തുണ്ട്. അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ സ്ക്രൂ അഴിച്ചെടുക്കുക. നമ്മുടെ ബുഷ് അതിനകത്ത് ഇരിക്കുന്നതാണ്. ഇനി നമ്മുടെ സീറ്റ് കവറിൻ്റെ
ലെഗ് വെച്ചതിന് ശേഷം നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സീറ്റ് കവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സോഫ്റ്റ് ക്ലോസ് ആണ്. ഒരിക്കലും നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് അമർത്തി പിടിക്കരുത്. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലഷ് ബട്ടൺ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഡമ്മി നമ്മളെടുത്ത് മാറ്റേണ്ടതുണ്ട്. അതേപോലൊരു നൈഫ് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ പ്ലേറ്റ് ഗബ്രിറ്റ് ടാങ്കാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്ലേറ്റ് നമുക്കതിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വെച്ചിട്ടുള്ളത് ഗബ്രിറ്റ് എന്ന ബ്രാൻഡാണ്. നമ്മുടെ വാൾഹങ് ക്ലോസറ്റ് വരുന്നത് ജാഗ്വാറാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലഷ് ബട്ടണിലേക്ക് നമ്മൾ 2 റാഡ് ഇതുപോലെ ത്രെഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മുടെ പ്ലേറ്റും ടാങ്കും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഡമ്മി നെറ്റ് ഉപയോഗിച്ചാണ്. പിന്നെ അതിൻ്റെ പ്ലേറ്റ് ജസ്റ്റ് അടിയിലൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഇതുപോലെ അഴിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് 2 സ്ക്രൂ വരുന്നുണ്ട്. ആ 2 സ്ക്രൂ ടൈറ്റ് ചെയ്ത് നമ്മുടെ പ്ലേറ്റിൻ്റെ ഫ്ലഷ് ബട്ടൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. നമ്മുടെ വാൾഹങ് ക്ലോസറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.